പ്രിയദർശിനി പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന് പ്രതിമാസം 60 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ. പ്രിയദർശിനി 3.81 കോടി യാത്രകൾ നടത്തിയെന്നും എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം 12.7 ലക്ഷമായി ഉയർന്നെന്നും സി.പി. ജോൺ പറഞ്ഞു. റവന്യൂ ലോസ് ഞങ്ങൾ കണക്കാക്കിയതിനോട് അടുത്ത് തന്നെയാണ് 60 കോടി ഒരു മാസത്തേക്ക് നമുക്ക് വേണം. ഇപ്പോൾ നമുക്ക് 600 കോടി ഇപ്പം നമുക്ക് ബജറ്ററി പ്രൊവിഷൻ വന്നു എന്നുള്ളതാണ് ഈ പ്രിയദർശിനി പരിപാടിയുടെ ഏറ്റവും കാതലായ ഭാഗം. 600 കോടി രൂപ ബജറ്ററി പ്രൊവിഷനുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചെടുത്താൽ മതി. മറ്റേത് കണക്ക് കൂട്ടി അപ്പോൾ ഫയൽ എഴുതി അത് എങ്ങനെയല്ല വേറെ തരത്തിലാണ് എഴുതേണ്ടിയിരുന്നത്, അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ സുഗമമായിട്ട് ആ പൈസ നമുക്ക് കിട്ടാൻ ബജറ്ററി പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് വളരെ സഹായകരമായി. പ്രിയദർശിനി പദ്ധതിയിൽ ഇപ്പോൾ ഇന്നലെ അവസാനിച്ച ഒരു മാസത്തിനിടയിൽ 3.81 കോടി യാത്രകളാണ് നടന്നിട്ടുള്ളത്. യാത്രക്കാരല്ല, യാത്ര. എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5.5 ലക്ഷം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. കമലേഷ് ചേരുകയാണ്. കമലേഷ്, പ്രിയദർശിനി പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കി, അതിൻ്റെ ഒരു വിലയിരുത്തലാണ് ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. വിശദാംശങ്ങൾ. ഷമീം, പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ്. ഏതായാലും ആ പദ്ധതി ആരംഭിച്ചിട്ട് ഇപ്പോൾ 1 മാസം പൂർത്തിയായിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഒരു അവലോകന യോഗം ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നടന്നത്. അതിന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നേരത്തെ തന്നെ നമ്മുടെ വാർത്തകളിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് പ്രതിദിനം 2 കോടി രൂപയുടെ നഷ്ടം KSRTCക്ക് പദ്ധതി വഴി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ശരിവെച്ചുകൊണ്ടുള്ള മറുപടിയാണ് ഇന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രതിമാസം 60 കോടി രൂപയുടെ നഷ്ടമാണ് KSRTCക്ക് ഇതുവഴി ഉണ്ടാകുന്നത് എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. പക്ഷേ സർക്കാർ ഇത് സംബന്ധിച്ച്, അതായത് ധനകാര്യ വകുപ്പിൽ സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരു ബജറ്ററി പ്രൊവിഷൻ 600 കോടി രൂപയുടെ ബജറ്ററി പ്രൊവിഷൻ അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് ആ തുക വാങ്ങിച്ചെടുത്താൽ മാത്രം മതി വകുപ്പിന്, അതായത് ഗതാഗത വകുപ്പിന് എന്ന ഒരു ന്യായമാണ് ഇതിന്റെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല പ്രഖ്യാപനങ്ങളും ഉണ്ടായി. അതായത് ഈ വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഒരു വോക്കൽ, അതായത് ഈ ശബ്ദം, പാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വലിയ തോതിൽ കേൾക്കുന്ന തരത്തിലുള്ള ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണത് വോക്കൽ എന്ന് പറയുന്നത്. അത്തരം വോക്കലുകൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരം വോക്കലുകൾ ആരെങ്കിലും വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അഴിച്ചു മാറ്റണം, അല്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടും എന്നാണ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഈ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ, മോഡിഫിക്കേഷൻ ഒക്കെയുള്ള കാര്യത്തിൽ ആദ്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതിന് നേർവിപരീതമായിട്ടുള്ള നിലപാടിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നടന്നിട്ടുള്ളത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് എന്തൊക്കെ മോഡിഫിക്കേഷനുകൾ നടത്താമെന്ന് നേരത്തെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ വോക്കലുകളും അഴിച്ചു മാറ്റണം എന്ന കാര്യം കൂടി പറയുന്നത്. ഏതായാലും പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ എണ്ണം, അതായത് സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് മന്ത്രി പറയുകയാണ്. കൂടുതൽ യാത്രകൾ, ഈ പ്രിയദർശിനി ബസ്സുകൾ കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട് എന്നതുകൂടി അദ്ദേഹം പറയുന്നു. ഇതിൽ നിന്ന്, അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സർക്കാരിന് യാതൊരു തരത്തിലുമുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതല്ല പദ്ധതി എന്ന് മാത്രമല്ല 2 കോടി രൂപ പ്രതിദിനം, അങ്ങനെ വരുമ്പോൾ ഒരു മാസം 60 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം KSRTCക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ധനകാര്യ വകുപ്പിന്റെ സഹായത്തോടു കൂടി, അതായത് ധനകാര്യ വകുപ്പ് അനുവദിക്കുന്ന തുക ഉപയോഗിച്ചാണ് ശമ്പളം ഉൾപ്പെടെ കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഇപ്പോൾ ഒരു അധിക ബാധ്യത കൂടി സർക്കാരിന് കൂടി വരുത്തി വെക്കുന്നതാണ് ഈ പദ്ധതി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മന്ത്രി തന്നെ എത്രയാണ് അതിന്റെ സാമ്പത്തിക നഷ്ടം എന്നുള്ള കാര്യം വളരെ കൃത്യമായി വിശദമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടിട്ടുള്ളത്. ഷമി, കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.